ചാവക്കാട് നഗരസഭ ബജറ്റ് കീറിയെറിഞ്ഞ് ബജറ്റ് ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ബജറ്റ് ചർച്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. കൊല്ലപ്പെട്ട മുൻ ചെയർമാൻ കെ.പി. വത്സലന്റെ സ്വപ്ന പദ്ധതികളായ മത്തിക്കായൽ പാടശേഖരത്തെ നെൽകൃഷിക്കും പുത്തൻകടപ്പുറത്തെ മിനി ഹാർബറിനു വേണ്ടിയും യാതൊന്നും ചെയ്യാതെ കെ.പി. വത്സലന്റെ സ്വപ്ന പദ്ധതികളെ തിരസ്കരിച്ച നഗരസഭാ ഭരണസമിതിയുടെ ബജറ്റ് നിരാശാജനകമാണെന്നും ചാവക്കാട്ടെ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും വഞ്ചിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഈ ബജറ്റ് ജനവിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് C.A. ഗോപപ്രതാപൻ കുറ്റപ്പെടുത്തി. ഇവിടെ കെ.പി. വത്സലന്റെ സ്വപ്ന പദ്ധതി എന്ന് CPM തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിശേഷിപ്പിക്കുന്ന മത്തിക്കായൽ പാടശേഖരത്തിലെ നെൽകൃഷി, പുത്തൻകടപ്പുറത്തെ മിനി ഹാർബർ, ഇത് പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും ഈ ബഡ്ജറ്റിലില്ല. 30 ഏക്കർ കൃഷി സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ട് 1.5 ഏക്കറിൽ പോലും കൃഷി നടത്താൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാലയൂർ പിൽഗ്രിമേജ് ടൂറിസത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ചാവക്കാട് ആശുപത്രിയും ചാവക്കാടിന്റെ പരിസരവും ഒക്കെ മാലിന്യ കൂമ്പാരങ്ങളായി മാറിയിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ബഡ്ജറ്റ് കണക്ക് മാറ്റി അവതരിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു കടലാസ് ബഡ്ജറ്റ് മാത്രമാണ്. ചാവക്കാട്ടെ ജനങ്ങളോട് പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ ബജറ്റ് പിൻവലിച്ച് ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തുടർന്ന് ബജറ്റ് രേഖ കീറിക്കളഞ്ഞ് പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കൗൺസിലർമാരായ ആസിഫ് പാലയൂർ, ആരിഫ് പാലയൂർ, ജോയ്സി ടീച്ചർ, ഷർമിള സത്താർ, സീനത്ത് നൌഷാദ്, ഷെഫീന നൌഷാദ്, TS സനൂപ്, ഷാജി, പ്രജിത പ്രദീപ്, തനുജ, സുജാത സത്യൻ എന്നിവരാണ് ചർച്ച ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭാവത്തിൽ ബജറ്റ് അംഗീകരിച്ചു.